ശ്രീമാൻ ശ്രീമതിയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. എനിക്ക് കൊതിയാവുന്നു ഷോപ്പിംഗ് ചെയ്യാൻ. പക്ഷേ ഇന്ന് ഷോപ്പിംഗ് ചെയ്യാനുള്ള ആദ്യത്തെ അവസരം ശ്രീമാൻ വർഗീസിനും ശ്രീമതി അനുവിനാണ്. പ്ലീസ് കം. ഈ ഘട്ടത്തിൽ നിങ്ങൾ പ്രധാനമായും 4 കാര്യം ശ്രദ്ധിക്കണം. 1, നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. 2, ഏതെങ്കിലും ഒരു പ്രത്യേക സാധനം നിങ്ങൾക്ക് എടുക്കാൻ അനുവാദമില്ല. 3, ഒരേ സാധനം ഒന്നിൽ കൂടുതൽ തവണ എടുക്കാൻ പാടില്ല. 4, ഇതാണ് ഏറ്റവും പ്രധാനം, നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 1 മിനിറ്റ് മാത്രമാണ്. 1 മിനിറ്റിനുള്ളിൽ ബഡ്ജറ്റിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തുകയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുന്നവരായിരിക്കും വിജയിക്കുക. ഒന്നാമതെത്തുന്നവർക്ക് 5000 രൂപയും 2ാമതെത്തുന്നവർക്ക് 3000 രൂപയാണ് സമ്മാനം. നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന ബഡ്ജറ്റ് 1262 രൂപ. പിന്നെ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പാടില്ലാത്തത് വസ്തു ചോക്ലേറ്റ്. അപ്പോൾ മനസ്സിലൊരു കാൽക്കുലേറ്ററുമായി നമുക്കൊരു അടിപൊളി ഷോപ്പിംഗ് ആവാം അല്ലെ? നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഷോപ്പിംഗ് ചെയ്തേക്കുന്നത് എന്ന് അടുത്ത ടീം കൂടി ഷോപ്പിംഗ് ചെയ്തതിനു ശേഷം നോക്കാം അല്ലെ? ഓക്കെ. അടുത്തതായി ഷോപ്പിംഗ് ചെയ്യാൻ വരുന്നവർ ശ്രീമാൻ ബാലചന്ദ്രനും ശ്രീമതി ഗായത്രിയും. പ്ലീസ് കം. മുമ്പേ പറഞ്ഞ നിയമങ്ങൾ നിങ്ങൾക്കും ബാധകമാണ്. 1 മിനിറ്റ് സമയമേ നിങ്ങൾക്ക് അനുവദിക്കുന്നുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റ് 1262 രൂപ. നിങ്ങൾ ഒഴിവാക്കേണ്ട പഞ്ചസാര. ഓക്കെ. നിങ്ങള് ബഡ്ജറ്റിന് കൂടിപ്പോയോ? എന്തോന്നു? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ചേട്ടനാണോ ഷോപ്പിംഗ് പോവാറ്? ആരെ വീട്ടില് ബഡ്ജറ്റ് ഇടാ? ഞാനാണ് സാധനം വാങ്ങിക്കൊണ്ടുവരുന്നത്. ആണല്ലേ? അതാണ് ഇത്ര ഉറപ്പല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. വരൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് തന്ന ബഡ്ജറ്റ് 1262 രൂപയാണ്. നിങ്ങൾ എത്ര രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്തെന്ന് അറിയോ? 1781 രൂപയ്ക്ക്. നിങ്ങൾക്കും അതേ ബഡ്ജറ്റ് ആയിരുന്നു 1262 രൂപ. നിങ്ങൾ എത്ര രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 1956 രൂപ. അവിടെ ഒരാൾ സന്തോഷിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ വിജയിച്ചിരിക്കുന്നത് ശ്രീമാൻ വർഗീസ്, ശ്രീമതി അനുവാണ്. നിങ്ങൾ ഈ ഘട്ടത്തിൽ നിന്ന് നേടുന്നത് 5000 രൂപയാണ്.
ശ്രീമാൻ ബാലചന്ദ്രൻ, ശ്രീമതി ഗായത്രി. എടുത്തോളൂ. ശ്രീമാൻ ശ്രീമതി 2 ഘട്ടങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 3ാമത്തെ ഘട്ടം പിണക്കവും ഇണക്കവും. ഇത് ശരിക്കും ഒരു തമ്മിൽ തല്ല് റൗണ്ടാണ്. കുടുംബമാകുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ സാധാരണ ആണല്ലോ. അത് പക്ഷെ മിക്കവാറും വീട്ടിനകത്താവും. ചിലപ്പോ ചട്ടിയും കലവും ഒക്കെ പുറത്തേക്ക് പറക്കും, അത്ര തന്നെ. ഇവിടെ പക്ഷെ അത്ര ആയുധങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. ഇതാണ് നിങ്ങളുടെ അങ്കത്തട്ട്. കുറച്ചു നേരം മുമ്പ് ഡുവറ്റ് പാടിയ അതേ വേദി ബോക്സിംഗ് റിംഗ് ആവുന്നു. കുടുംബം ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണല്ലേ. എന്നെക്കാളും അനുഭവം കൂടുതലുള്ളതാണ് നിങ്ങൾക്ക്. ഒരു മുട്ടൻ വഴക്കിനുള്ള വിഷയം ഞാൻ അങ്ങോട്ട് ഇട്ട് തരും. 2 മിനിറ്റ് സമയം. അതിനകം ആ വിഷയം പറഞ്ഞ് പിണങ്ങി ഇണങ്ങണം. ഏറ്റവും നന്നായി വഴക്കിട്ട് വഴക്ക് പരിഹരിക്കുന്ന ടീമിന് 6000 രൂപയാണ് സമ്മാനം. തൊട്ടു പുറകിലെത്തുന്ന ടീമിന് 4000 രൂപയാണ് സമ്മാനം. പിന്നെ ഓരോ ഘട്ടത്തിലും മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനാണ് വിസ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് കുറച്ചും കൂടി ഉഷാറാക്കാം അല്ലേ? അംഗം തുടങ്ങാം. ആദ്യം ശ്രീമാൻ വർഗീസ് ശ്രീമതി അനുവുമായി അംഗം കുറിക്കുന്നു. നിങ്ങൾക്കുള്ള വിഷയം ചേട്ടന് മധുരം കഴിക്കാൻ പാടില്ല. സ്ട്രിക്റ്റ് ഓർഡർ ആണ്. നിങ്ങൾ 2 പേരും കൂടി ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അവിടെ ചേട്ടൻ ഇഷ്ടം പോലെ സ്വീറ്റ് കഴിച്ചു. ചേച്ചിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റൂല. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. ചേച്ചി ഇങ്ങനെ ചൂടായിരിക്കണം. ഓക്കെ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ശ്രീമാൻ വർഗീസും ശ്രീമതി അനു റെഡിയാണല്ലോ? മനുഷ്യ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഈ ഫംഗ്ഷന് പോയപ്പോഴേ പറഞ്ഞല്ലേ നിങ്ങൾ ആവശ്യമില്ലാതെ അവിടെ കണ്ട മധുരം ഒന്നും മരി കഴിക്കരുത്. നിങ്ങൾ കേട്ടോ? അവിടെ കണ്ട കൊള്ള മധുരവും അവിടെ ഇരുന്ന ചായ എല്ലാം വലിച്ചു കുടിക്കുന്നത് ഞാൻ കണ്ടത്. കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോഴത്തെ കുറ്റമായിട്ടുണ്ട്. എന്നാ പറയുന്നത്? കൂട്ടുകാരന്റെ വീട്ടിൽ പോയി മധുരം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അസുഖം അവനവന്റെയാന്ന് ഉറക്കണം. നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ ആഴ്ച കുടുംബമാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അവനവന്റെ അസുഖം കൂടെ ചിന്തിക്കണോ? എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചോ? എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും വഴക്കുണ്ടായിക്കോളൂ, നിങ്ങൾക്ക് അത് എന്തെങ്കിലും എക്സ്ക്യൂസ് നിങ്ങൾ പറയാൻ ചെയ്യും. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കേൾക്കണം. വഴക്കുണ്ടാകാതെ ഒരു ദിവസം പോലും കിടക്കാൻ പറ്റില്ല. എന്റെ കൊല്ലം കൊടുക്കണം. മധുരം കഴിക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കും. ഞാൻ ഇവിടെ വീട്ടിൽ വലിയ നിയന്ത്രണം വെക്കും. നിങ്ങൾ അതൊന്നും പറഞ്ഞ എനിക്കറിയില്ല. എനിക്ക് ആർന്നും കേൾക്കുകയും വേണ്ട. നിങ്ങളുടെ ഞാൻ എന്ന് നിങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ തടങ്ങി പറയാൻ ആ മനുഷ്യൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പറയേണ്ട ആരോഗ്യം സൂക്ഷിക്കാണ്. വളരെ മര്യാദയ്ക്ക് പറഞ്ഞു പഠിക്കും. ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യില്ലെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. മധുരം കഴിച്ചെന്ന് കുടുംബ അവനെന്റെ അല്ല അസുഖം. അത് ഞാൻ എനിക്ക് വേണം. നിങ്ങളെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എന്നാ ചെയ്യണേ പറഞ്ഞാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയെങ്കിലും കൺട്രോൾ ചെയ്യണം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അതിന് നിങ്ങൾ തയ്യാറാണോ? മധുരം കഴിക്കാൻ എന്നതുകൊണ്ടല്ലേ ഇത്ര പ്രശ്നം ഉണ്ടായത്. അല്ലെ മര്യാദയ്ക്ക് വീടാണ് പറയണം. നിങ്ങൾ കഴിച്ചത് തെറ്റാണ്, കുറ്റമാണ്, ഇനി അത് ആവർത്തിക്കലെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് പതുക്കെ പറഞ്ഞാൽ അതൊന്നുമില്ല പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇറങ്ങി പറഞ്ഞതൊന്നുമില്ല. നിന്റെ പണി ഞാൻ എന്റെ പണിക്ക് പോകും. പോട്ടെ, അത് കണക്കിന് പോട്ടെ. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രശ്നം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതില്ല, എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു കാര്യം ചെയ്യാം. നീ മേലാൽ ഞാൻ മധുരം കഴിക്കാതിരിക്കോ? നീ പറഞ്ഞതൊക്കെ കേൾക്കാം. നീ ഒരു സംഭവം ഇവിടെ ഉണ്ടായാലും നമ്മൾ ഇരി ചെയ്യുക. ഇവിടെ പതുക്കെ എന്നോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും കേട്ടോ. ഈ ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചേക്കാം. പോട്ടെ, ഇനി എനിക്ക് ഇല്ല. യഥാർത്ഥത്തിലുള്ള വിഷയമാണോ മധുരം കഴിക്കരുതെന്ന്? ഇതില്ല, ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല? ഓ, ഇതെന്താ ചേച്ചി ഭയങ്കര വിഷമത്തിൽ പറയുന്നേ? അതുപോലെ കൂടുതൽ ആരാ വീട്ടില് വഴക്കൂടുക? പെട്ടെന്ന് ചൂടാവുന്ന ആരാ? ചൂടാവും, ഞാൻ ചൂടാവും. തണുക്കുന്ന ആരാ? ഞാനാ. ഇപ്പോഴും ചേച്ചിന്നെയാണ് തണുത്ത പാവം. ഇനി ഒരു അംഗം കൂടെ ബാക്കിയുണ്ട്. പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം